ഇന്ന് ഫെബ്രുവരി 11 തോമസ് ആൽവ എഡിസന്റെ ജന്മദിനം. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച അമേരിക്കക്കാരനും ഗവേഷകനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുതോർജ്ജ ഉൽപ്പാദനം, ബഹുജന ആശയവിനിമയം, ശബ്ദ റെക്കോർഡിംഗ്, ചലനചിത്രങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം നിരവധി ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഫോണോഗ്രാഫ്, മോഷൻ പിക്ചർ ക്യാമറ, ഇലക്ട്രിക് ലൈറ്റ് ബൾബിൻ്റെ ആദ്യകാല പതിപ്പുകൾ എന്നിവ ഉൾപ്പെടുന്ന എഡിസന്റെ കണ്ടുപിടുത്തങ്ങൾ ആധുനിക വ്യവസായ ലോകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിരവധി ഗവേഷകരോടും ജീവനക്കാരോടും ഒപ്പം പ്രവർത്തിച്ച് സംഘടിത ശാസ്ത്രത്തിൻ്റെയും ടീം വർക്കിൻ്റെയും തത്വങ്ങൾ കണ്ടുപിടുത്ത പ്രക്രിയയിൽ പ്രയോഗിച്ച ഒരാളാണ് എഡിസൺ. ആദ്യത്തെ വ്യാവസായിക ഗവേഷണ ലബോറട്ടറി സ്ഥാപിച്ചതും എഡിസനാണ്. പിന്നീട് പോർട്ട് ഹ്യൂറോണിൽ നിന്ന് ഡെട്രോയിറ്റിലേക്ക് ഓടുന്ന ട്രെയിനുകളിൽ പത്രങ്ങളും മിഠായിയും പച്ചക്കറികളും വിൽപ്പന നടത്തുന്ന ആളായാണ് തോമസ് ആൽവ എഡിസന്റെ ജീവിതം തുടങ്ങുന്നത്. തൻ്റെ സമ്പാദ്യം കൂടുതലും അദ്ദേഹം ഇലക്ട്രിക്കൽ, കെമിക്കൽ പരീക്ഷണങ്ങൾക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാനായാണ് ഉപയോഗിച്ചത്. പിന്നീട് ഒരു ടെലിഗ്രാഫ് ഓപ്പറേറ്ററായി. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കണ്ടുപിടുത്തങ്ങൾക്ക് പ്രചോദനമായി. ഒരു ബൊട്ടാണിക്കൽ ലബോറട്ടറിയും ന്യൂജേഴ്സിയിലെ വെസ്റ്റ് ഓറഞ്ചിൽ ലോകത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോയായ ബ്ലാക്ക് മരിയ ഉൾക്കൊള്ളുന്ന ഒരു ലബോറട്ടറിയും സ്ഥാപിച്ചു. 1093 US പാറ്റന്റുകളും മറ്റു രാജ്യങ്ങളുടെ പാറ്റന്റുകളും സ്വന്തം പേരിലുള്ള എഡിസൺ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗവേഷകനായി അറിയപ്പെടുന്നു. 1931 തോമസ് ആൽവ എഡിസൺ അന്തരിച്ചു.